ഇപ്പോൾ കേസ് കിടക്കുകയാണ് ഭൂമി. ഈ കേസ് നീണ്ടു പോവുകയാണെങ്കിൽ മറ്റ് സംവിധാനം ഗവൺമെൻറ് ഇപ്പോൾ കണ്ടുവച്ചിട്ടുണ്ടോ? ഇനി നീണ്ടു പോകുന്നതിനനുസരിച്ച് ഇത് പല ആളുകൾക്കും ചിലപ്പം ടൗൺഷിപ്പ് വരാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അങ്ങനെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഗവൺമെൻറ് സാമ്പത്തികം നൽകി കൊടുക്കാനുള്ളൊരു തയ്യാറുണ്ടോ? 2, ഫസ്റ്റ് ഇവിടെ ചീഫ് സെക്രട്ടറി വന്ന സമയത്ത് 1023 പ്രഖ്യാപിച്ചത് വീടുകൾ. ഇപ്പോൾ ലിസ്റ്റ് വന്ന സമയത്ത് 388 വീടുകളേ ഉള്ളൂ. അപ്പോൾ അന്ന് ഏത് ലിസ്റ്റ് പ്രകാരമാണ് അന്ന് അത്രയും വീടുകൾ എണ്ണം ഉണ്ടാക്കിയെടുത്തത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലിസ്റ്റ് വീണ്ടും ഇങ്ങനെ ഇത് വരുന്നത്? ഇത് മനഃപൂർവ്വം ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ളൊരു ഇതിലാണോ എന്നുള്ളതാണ് സംശയം. അടുത്ത വർഷം ആദ്യം ജനുവരിയിൽ തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്ന മന്ത്രി പറഞ്ഞതും ഗവൺമെൻറ് പറഞ്ഞതൊക്കെ നമ്മൾ വിശ്വാസം എടുത്തുകൊണ്ടാണ് ജീവിച്ചു പോയിരിക്കുന്നത്. ഇവരെ മന്ത്രി പറഞ്ഞതൊക്കെ നടന്നിട്ടില്ലേ? നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും. പക്ഷേ ഇതിപ്പോൾ നീണ്ടു പോകുന്നതുകൊണ്ടുള്ളൊരു പ്രയാസം എല്ലാവർക്കും ഉണ്ട്. ഇതിന് ഈ തറക്കല്ലിടൽ ഈ അടുത്ത മാസം നടന്നില്ല എങ്കിൽ വീണ്ടും ഇത് നീണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്താണ് ഗവൺമെൻറ് കണ്ടുവച്ചുള്ളതാണ് അറിയേണ്ടത്. എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്നതും അതിനും അപ്പുറമുള്ള വിഷയം? കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ കരട് പട്ടികയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നിർദ്ദേശം വെക്കാനും സർക്കാരിന് മുമ്പിൽ വെക്കാനുള്ളതാണ്. കാരണം മേപ്പാടിയിൽ ഒരു ഓൾ പാർട്ടി പ്രാദേശികമായിട്ടുള്ള ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് കൂടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു പഞ്ചായത്തിൽ. അപ്പോൾ അതുപോലെ ഇപ്പോൾ കരട് പട്ടിക വന്നല്ലോ, ഇത് ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് പ്രാദേശികമായിട്ട് വിളിച്ചു ചേർത്ത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത് പരിഹരിക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പകരം ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണോ നടന്നത്? ലിസ്റ്റ് ആയിരിക്കും. ഇത് ഓഫീസ് റൂമിൽ ഇരുന്ന് എഴുതിയുണ്ടാക്കിയ ഒരു പട്ടികയായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. അത് വീഴ്ചയാണ്. ജനപ്രതിനിധികളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണമായിരുന്നു നടത്താൻ. ജനങ്ങളെ, അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. 2, ഇത് ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ സർക്കാർ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. മാനദണ്ഡം പറയുന്നത് വീട് ഫുൾ വാഷ് ഔട്ട് ആയിട്ടുള്ളതാണ്. അത് ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം ആ പ്രദേശത്തേക്ക് ഒരിക്കലും പോകാൻ പറ്റാത്ത മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ജോൺ മത്തായി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജോൺ മത്തായി പറഞ്ഞ സ്ഥലങ്ങളിലുള്ളവർക്കും വീടുണ്ട്. അതാണ് 2ാം ഘട്ടം എന്ന് പറയുന്നത്. പക്ഷേ അത് കാലതാമസമല്ല, 2ാമത്തെ ലിസ്റ്റ് എന്നർത്ഥമേ അല്ല. ആ ലിസ്റ്റ് അങ്ങനെ വരാനുള്ളൊരു മാനദണ്ഡമാണ്. ഒന്ന് ഈ ജോൺ മത്തായി സാറിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു മാർക്കിംഗ് വേണമായിരുന്നു. അത് നടത്തിയില്ല. അന്ന് സമരവും കാര്യങ്ങളായിട്ട് അന്ന് നടക്കാതെ പോയി. ആ മാർക്കിംഗ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ പിന്നെ എങ്ങനെ ആ ലിസ്റ്റ് വരാൻ പോകുന്നത്? ആവശ്യം വെക്കുകയാണ്. ആ മാർക്കിംഗ് ചെയ്തുകൊണ്ട് ആ 50 മീറ്റർ 30 മീറ്റർ മുതൽ 83 മീറ്റർ വരെയാണ് അദ്ദേഹം മാർക്കിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള വീടുകളെല്ലാം വരികയാണെങ്കിൽ ഈ ആശങ്കയുള്ള കുറച്ച് വീടുകളുണ്ട്. ഈ സ്കൂൾ റോഡിലും അതുപോലെ തന്നെ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം നിലനിൽക്കുന്ന വീട് അങ്ങോട്ട് ഒരിക്കലും പോകാൻ കഴിയില്ല. നിങ്ങൾ പറയുന്നത് ജോൺ മത്തായിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ ലിസ്റ്റിൽ വീടുകൾ വേണം എന്നാണ്? തീർച്ചയായിട്ടും. അതാണ് സർക്കാരും പറയുന്നത്. അങ്ങനെ ഉണ്ടാവും എന്നാണ് സർക്കാർ. അത് 1ാം ഘട്ടത്തിൽ വേണം. അപ്പോൾ ഈ മാനദണ്ഡത്തിൻ്റെ പ്രശ്നമാണ്. 1ാം ഘട്ടം എന്ന് പറയുന്നത് പൂർണ്ണമായും തകർന്ന വീടുകൾ. 2ാം ഘട്ടം എന്ന് പറയുന്നത് അവിടെയുള്ള വാസയോഗ്യമല്ലാത്ത വീടുകൾ. അനുസരിച്ച് പൂർണ്ണമായും തകർന്ന വീട് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വീട് നിൽക്കുന്നത് അങ്ങോട്ട് പോയി. അത് ടെക്നിക്കലി അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. പകരം അതിന് പ്രയോറിറ്റി വിഷയം ഇല്ല എന്നാണ് പറയുന്നത്. അല്ല, അത് ഞങ്ങൾക്ക് ലിസ്റ്റ് 2 എന്നുള്ളതാണോ നിങ്ങളുടെ ആശങ്ക? 2ാമത്തെ ലിസ്റ്റ്, ഈ 2ാമത്തെ ലിസ്റ്റ് ആശങ്ക തന്നെയാണ്. അതിലെ മന്ത്രി എൻ്റെ അടുത്ത് ക്ലാരിഫൈ ചെയ്തു. അതിൽ ഒരു ആശങ്കയും വേണ്ട, 2 എന്നുള്ളത് ബി എന്നിടാം എന്ന് പറഞ്ഞു. പ്രശ്നം കഴിഞ്ഞു. എ, ബി എന്ന് 2 സാങ്കേതികമായി അങ്ങനെ വേണമല്ലോ. വീട് പൂർണ്ണമായും തകർന്നവർ, വീടുണ്ടെങ്കിലും അവിടെ താമസയോഗ്യമല്ലാത്തത്, ജോൺ മത്തായിയുടെ കണക്ക് പ്രകാരം. അപ്പം അത് ആ ലിസ്റ്റും ഈ ലിസ്റ്റും ഒരേ സമയത്ത് കെട്ടിട നിർമ്മാണം തുടങ്ങും. ശരി, ലിസ്റ്റ് ഒരുമിച്ചിടാനാണ് ഞാൻ പറയുന്നത്. അതൊരു മാർക്കിംഗ് വേണ്ടേ? വീട് തകർന്നവരുടെ ഒരു കണക്ക് വേണമല്ലോ. അല്ല, അത് കണക്കതിലെടുക്കാമല്ലോ. അത്രേ ഉള്ളൂ. പഞ്ചായത്തിൽ വെച്ച ലിസ്റ്റിൽ ആ കണക്ക് 2 ലിസ്റ്റ് ഒരുമിച്ചാവും. 2 ലിസ്റ്റ് ഒരുമിച്ചാണോ? ഒരു കാര്യം കൂടെ. പിന്നെ ഈ ഞങ്ങൾക്ക് തരുന്ന വീടുകൾ 15 സെൻറ്റാണ് ഞങ്ങൾ അവകാശം ചോദിക്കുന്നത്. ഞങ്ങൾക്ക് 15 സെൻറ്റ് തന്നെ വേണം. ഇത് ഒരു ഡിമാൻഡ് ഇല്ലാതെ ഞങ്ങൾക്ക് തരണം. കാരണം ഇവിടെ ലൈഫ് മിഷനിലൊക്കെ വീട് കൊടുക്കുമ്പോൾ 12 വർഷം കാത്തിരിക്കണം അതിനൊരു കൈമാറ്റം കാര്യങ്ങൾ നടത്താൻ. ഇത് ഞങ്ങൾക്ക് പോയ വീടാണ് സർക്കാർ തരുന്നത്. അത് ഡിമാൻഡ് ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് വിൽപ്പനയ്ക്കോ മറ്റോ ആകുന്നത് വരെ, അതായത് എല്ലാവർക്കും അല്ല പറയുന്നത്, അപൂർവം ചില ആളുകൾക്ക് അങ്ങനെ വേണ്ടി വരും. അപ്പോൾ ഡിമാൻഡ് ഇല്ലാതെ തന്നെ ഞങ്ങൾക്കത് തരണം. പിന്നെ നമ്മുടെ ഇനിയും ഒരു 40 ചില്ലറ ആളുകൾ ഞങ്ങൾക്ക്. അപ്പോൾ അത് ഡെത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട്, അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇത് കൂടാതെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാനുണ്ടോ? സാർ, ഇപ്പോൾ കരട് രേഖ പ്രഖ്യാപിച്ചാൽ ഫുൾ അപാകതയുണ്ട്, ഇല്ലാതെ പറയാതിരിക്കാൻ പറ്റില്ല. ഫുൾ അപാകത. പക്ഷേ അത് ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയതുകൊണ്ടാണ് മന്ത്രി എന്നോട് പറഞ്ഞത് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാവും. അത് ഉദ്യോഗസ്ഥർ മാത്രമല്ല, അവരെ ഈ ഇതിനു വേണ്ടി രേഖ കാണിക്കാൻ പോയ സ്ഥലം കാണിക്കാൻ പോയ ആളുകളെ ആരൊക്കെ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ആരാണെങ്കിലും പിന്നെ ഇത് സ്ഥലം അത് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും അവിടെ താമസിക്കുന്ന ആരാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിന് കൂടെ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. അവരെ പിടിപ്പുകൂടെ ഉണ്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായത്. 71 ഒരു വാർഡ് 11ാം വാർഡിൽ മാത്രം 71 ആളുകളാണ് അധികം വന്നിട്ടുള്ളത്. അത് ആ ഉദ്യോഗസ്ഥന്മാരും അവരെ കൂടെ പോയ ആളുകളും കാണിച്ച ഒരു ചെറിയ പ്രശ്നമാണ്. അത് ആ ലിസ്റ്റ് കുറ്റമറ്റതാവും. അതും പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് പുതിയൊരു കാർഡ് ലിസ്റ്റ് പ്രകാരം മുണ്ടക്കൈ വെളുകിരണ മുതൽ റാട്ടപ്പാടി അതുപോലെ തന്നെ ഹോസ്പിറ്റൽ റോഡ് വരെയും പിന്നെ HS റോഡ് പടവട്ടിക്കുന്ന് മുതൽ പുതിയ വെല്ലറോഡ് റോഡ് വരെയും ഒറ്റഘട്ടത്തിൽ 2 പാടാതെ ഒറ്റഘട്ടത്തിൽ ലിസ്റ്റ് ഇറക്കണം എന്നാണ് ഞാൻ. ഇത്രയും ആവശ്യങ്ങൾ. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ ജനശബ്ദം പറഞ്ഞോട്ടെ.
അതായത് ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധപ്പെടാത്ത ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ബിൽഡിംഗ് ഓണേഴ്സ്, ബിൽഡിംഗ് അവിടെ കട നടത്തിയിരുന്ന ആളുകളെ അവർക്ക് നഷ്ടപരിഹാരം അവർക്ക് എല്ലാ സന്നദ്ധ സംഘടനകൾക്കും കൊടുത്തു. പക്ഷേ ബിൽഡിംഗ് ഓണേഴ്സിനെ ശ്രദ്ധിച്ചില്ല. അതുപോലെ കൃഷിഭൂമി നഷ്ടപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുന്നു ഗവൺമെൻറ് പറയുന്നില്ല. അതുപോലെ തന്നെ ഉപജീവന മാർഗം അടക്കം കൊടുക്കുമെന്നാണ് ഈ ടൗൺഷിപ്പിന്റെ പദ്ധതിയിൽ പറയുന്നത്. ഒക്കെ പറയുന്നു എന്നല്ലാതെ അതിനൊന്നും വരട്ടെ, പദ്ധതി വരട്ടെ, വരണം. എത്ര 5 മാസമായി എല്ലാവരും പക്ഷെ അത് നോക്കൂ, ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് 5 മാസത്തിനുള്ളിൽ ഇത്രയും നടന്നിട്ടുണ്ടോ? ഒരു വിഷയം കൂടി ചികിത്സാ സഹായം. അതുപോലെ ചികിത്സാ സഹായം 136 പേരാണ് അവിടെ ചികിത്സ തേടിയത്. അതിൽ 30 പേർക്ക് ഇതുവരെ കൊടുത്തുള്ളൂ. ബാക്കി മെഡിക്കൽ ബോർഡിൻ്റെ മുമ്പിലാണ് ഇത് തീരുമാനം എടുക്കേണ്ട വിഷയം. രണ്ടാമത് ജോൺ മത്തായി കമ്മീഷൻ്റെ വിഷയം. അത് സർവകക്ഷി യോഗം നടന്നപ്പോൾ ഇവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള CPM-ൻ്റെ ആളുകളടക്കം ജോൺ മത്തായി കമ്മീഷനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഒന്നാമത് കാരണം അദ്ദേഹം വന്ന ഉടനെ പറഞ്ഞു ഇനി ഇവിടെ 50, അതായത് ഒരു ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്ത് ഒരു 50 വർഷത്തേക്ക് പിന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ അനുഭവം 2020 ഉണ്ടായി, 2024 ഉണ്ടായി. ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയയാണ് ഞങ്ങളുടെ, അല്ലേ, നിരന്തരമായിട്ടുണ്ടാകുന്നുണ്ട്. അതിനുശേഷം ഇനി ഭാവിയിൽ എവിടെയെങ്കിലും ഉണ്ടാകുമോ ഒരു ഗവൺമെൻറ് പരിശോധിക്കണ്ടേ? അവിടെ ഭീഷണി എത്ര കുടുംബങ്ങൾ. ഇപ്പോൾ ഞാൻ ഒരു രാജൻ മറുതായി എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ കാര്യം പറയാം. മുണ്ടക്കൈ 2020 പൊട്ടി ഇതേ സ്ഥലത്ത് അവരുടെ വീട് പോയതാണ്. അവർക്ക് വേറെ വീട് വെച്ച് കൊടുത്തു. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. വീണ്ടും അവർ മുണ്ടക്കൈയിൽ തന്നെ പോയി താമസിച്ചു. അവരിന്ന് ഈ ഭൂമുഖത്തില്ല. ഗവൺമെൻറ് കൃത്യമായിട്ട് ഇതുപോലെ ഇത്രയും ഒരു ദുരന്തമുഖമാണ്, അപകട ഭീഷണിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതെ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഗവൺമെൻറ് കൃത്യമായിട്ട് ഇത്തരം അപകട സാധ്യതയുള്ള ഇന്നിപ്പോൾ എനിക്കൊരു 900 കണ്ടി ഭാഗത്ത് കുറേ ആൾക്കാർ ആ ഭാഗത്തൊക്കെ പുത്തുമലയിലൊക്കെ വീട് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും മറ്റു സ്ഥലം കൊടുത്തിട്ട് അവിടെ റിസോർട്ട് നടത്തുന്നില്ലേ? ഉണ്ട്, ഒരുപാട് അതൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് എന്തോ, അതൊന്നും സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ല. അവനവൻ്റെ ഹാബിറ്റാറ്റിൽ നിന്ന് എല്ലാ ജീവികളെയും പോലെ മനുഷ്യരും മാറാൻ താമസമാണ്. ഗവൺമെൻറ് ഫോഴ്സ് ചെയ്തിട്ട് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെ തിട്ടപ്പെടുത്തി വിദഗ്ധ സമിതിയെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് അവിടെ നിന്ന് ആളുകളെ മാറ്റണം. 2020 4000 കുടുംബങ്ങളെ മാറ്റണമെന്ന് പിന്നെ നമ്മുടെ ദുരന്ത നിവാരണ വകുപ്പ് പറഞ്ഞിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് ഗവൺമെൻറ് പ്രാബല്യത്തിൽ വരുത്തണം, ആളുകളെ രക്ഷിക്കണം അവിടെ നിന്ന്. ശരി, എന്താ പറയുക? വളരെ പെട്ടെന്ന് ചുരുക്കി, ഒറ്റ മിനിറ്റ്. ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവരിങ്ങനെ 2 ജനകീയ സമിതിയും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് ചർച്ച ചെയ്യുകയാണ്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചൂരമലക്കാർക്ക് അതിൻ്റെ വേദനയേ ഉള്ളൂ. കാരണം ഇപ്പോഴും DNA ടെസ്റ്റ് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. കാരണം 41 പേര് ഇപ്പോഴും നമ്മളെ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പോലും കിട്ടാതെ സ്ഥലത്തിന് വേണ്ടിയിട്ട് തല്ലുകൂടുന്നത് എന്തിന് എന്ന് ചോദ്യം അല്ലേ? അല്ല, പക്ഷേ അത് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുക അല്ലാതെ വേറെ ഒന്നും മാർഗ്ഗമില്ലല്ലോ. ഡെത്ത് സർട്ടിഫിക്കറ്റ് തരട്ടെ, അതെന്ത്? അതിപ്പോൾ സർക്കാർ തരും. പക്ഷെ നമുക്ക് വീട് വേണ്ടേ? ഇത്രയും മനുഷ്യർക്ക് താമസിക്കണ്ടേ? അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കണ്ടേ? അതെ. ഒരു മിനിറ്റ്. അതായത് 21 പേരാണ് ഒറ്റപ്പെട്ടു പോയത്. 21 പേര് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനോജ് പലതിലും നമ്മൾ ഉന്നയിക്കേണ്ട കാര്യം. 21 പേര് മരണപ്പെട്ടു. 6 കുട്ടികളതിൽ 15 പേര് ചെറുപ്പക്കാരും യുവാക്കളാണ്. അതിൽ ശ്രുതിക്ക് മാത്രമാണ് ജോലി നൽകിയത്. പല കുട്ടികളും ഇന്നും എന്ത് ചെയ്യണം? ഒരു മോനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ഒരു ദിവസം എൻ്റെ വീട്ടിൽ കൊണ്ടു തനിച്ച് കിടക്കാൻ പറ്റുന്നില്ല. ആ പയ്യനൊക്കെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ പോയി ഗവൺമെൻറ് ജോലി കൊടുക്കണം എന്നാണ് നമ്മളൊരു ആവശ്യം. ലോങ് ടേമിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവർ പഠിച്ചു വരുമ്പോൾ നിലവിൽ ശ്രുതിക്ക് ജോലി കൊടുത്ത അതേ ആളുകളാണ് മറ്റുള്ളവരും. അവർക്കും അതേപോലെ ഈ 14 പേർക്കും കൂടി ജോലി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രതികരണം. പെട്ടെന്ന് സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ പരിപാടി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എന്താ തോന്നിയത്? അല്ല, ഈ പരിപാടി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രശ്നങ്ങൾ കേട്ടില്ലേ? പ്രശ്നങ്ങൾ കേട്ടു. ഞാൻ ആ നാട്ടുകാരനാണ്. എൻ്റെ വീടും എൻ്റെ സ്ഥലം കാര്യങ്ങളൊക്കെ പോയതാണ്. ഇപ്പോൾ എവിടെ താമസിക്കുന്നത്? ഞാനിപ്പോൾ മുണ്ടേരിയാണ് താമസം. പക്ഷേ ഈ ഒരു പരിപാടി കൊണ്ട് നമ്മൾ ഈ നാട്ടുകാരെ സംരക്ഷിക്കാനാണോ അതോ എന്താ പറയുക ബാക്കി ആരെങ്കിലും പറയുന്നില്ല? കാരണം അതാണ് ചോദ്യം. ഈ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലേ? പിന്നെന്താ പ്രശ്നം? എല്ലാം പ്രശ്നങ്ങളാണ്. പിന്നെന്താ പ്രശ്നം? എല്ലാം പ്രശ്നങ്ങളാണ്. പിന്നെന്താ പ്രശ്നം? അതന്നെ, എല്ലാം പ്രശ്നങ്ങളാണ്. പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? പറയേ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ എന്താ പ്രശ്നം? അതാ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലോ ഈ കൂട്ടത്തിൽ.